ഓക്കെ, നമ്മൾ ലൈൻ റൊട്ടേഷൻ മെത്തേഡിൽ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡിൽ HT, VT ഗിവൺ പ്രോബ്ലംസിൻ്റെ കാറ്റഗറി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇച്ചിരി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു 17th ക്വസ്റ്റ്യൻ അല്ലേ, ട്രേസസ് ഗിവൺ പ്രോബ്ലത്തിൽ. അപ്പോൾ ട്രേസസ് ഗിവൺ പ്രോബ്ലത്തിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുകൂടെ കാണുമ്പോൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു മെത്തേഡ് പിടികിട്ടുള്ളൂ. അപ്പോൾ ട്രേസസ് ഗിവൺ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓൾറെഡി അറിയാൻ ഞാൻ പറഞ്ഞു, HT or VT തന്നിട്ടുള്ള പ്രോബ്ലംസുകളായിരിക്കും. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ സോൾവ് ചെയ്യാം. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കി. The AB is a straight line whose front view measures 70 mm and makes an angle 30 degree with the XY line. The end A is in HP and VT is 10 mm below HP. The straight line is inclined at 35 degree to VP. Draw its പ്രൊജക്ഷൻ എന്നാണ്. അപ്പോൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റിനുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണ്. ചെറിയൊരു വ്യത്യാസം മതി. ട്രേസ് ബിലോ HP ആണെന്ന് തന്നും, തൊട്ട് മുമ്പ് അത് എബോ HP ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് വരുന്ന ചേഞ്ചസുകൾ നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ഗിവൺ ഡേറ്റാസുകൾ അല്ലേ, ഗിവൺ ഡേറ്റാസ് എടുത്തിടാം. സോ ഫസ്റ്റ് ഡേറ്റ എന്ന് പറയുന്നത് ലൈൻ AB എന്നാണ്. സോ ഫസ്റ്റ് ഡേറ്റ ലൈൻ AB. സോ ലൈൻ AB, ലൈനിൻ്റെ പേര്. ദെൻ തന്നേക്കുന്ന അടുത്ത എന്താണ്, എ സ്ട്രെയിറ്റ് ലൈൻ AB ഹൂസ് ഫ്രണ്ട് വ്യൂ മെഷേഴ്സ് 70 mm. അപ്പോൾ ഫ്രണ്ട് വ്യൂ തന്നിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു A', B' ദാറ്റ് ഈസ് ഈക്വൽ ടു 70. സോ ഫ്രണ്ട് വ്യൂവിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 70 mm. ദെൻ അടുത്ത വാല്യൂ എന്താണ്, ഇറ്റ്സ് മേക്സ് ആൻ ആംഗിൾ 30 ഡിഗ്രി വിത്ത് XY ലൈൻ. സോ ഫ്രണ്ട് വ്യൂ മേക്സ് ആംഗിൾ, ഏത് ആംഗിൾ, ആൽഫ. സോ ആൽഫ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. സോ A', B'-ൻ്റെ ലെങ്ത്തും ഉണ്ട്, അതിൻ്റെ ആംഗിളും ഉണ്ട്. ആൽഫ എന്നിട്ടുണ്ട് 30 ഡിഗ്രി. ദെൻ എൻഡ് A ഈസ് ഇൻ HP. സോ പോയിന്റ് എയുടെ പൊസിഷൻ ഉണ്ട്. പോയിന്റ് എയുടെ ഒരു പൊസിഷനാണ്. പോയിന്റ് A ഈസ് ഇൻ HP. ഇപ്പോൾ A' എന്ന് പറയുന്നത് XY ലൈനിലായിരിക്കും അല്ലേ. പോയിന്റ് A ഈസ് ഇൻ HP. ദെൻ അടുത്തത് VT ഈസ് വെർട്ടിക്കൽ ട്രേസ് ആണ് തന്നിരിക്കുന്നത്. VT ഈസ് 10 mm ബിലോ HP. സോ VT തന്നിട്ടുണ്ട്, വെർട്ടിക്കൽ ട്രേസ് VT. അപ്പോൾ ഇത് VT ഗിവൺ പ്രോബ്ലം ആണ്. അപ്പോൾ ട്രേസ് തന്നിട്ടുള്ള പ്രോബ്ലം ആണ്. പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് വെച്ച് ചെയ്യണം. VT ഈസ് എങ്ങനെയാണ്, 10 mm ബിലോ HP എന്നാണ് തന്നിരിക്കുന്നത്. 10 mm ബിലോ HP എന്നാണ്. ദെൻ ദ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 35 ഡിഗ്രി ടു VP. അപ്പോൾ ഇൻക്ലിനേഷൻ വിത്ത് VP ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 35 ഡിഗ്രി. അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞാണ്, VT തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ആംഗിൾ 5 തരണം. HT തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ആംഗിൾ തീറ്റ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഏതാണ്, VT തന്നേക്കുന്നതാണ്. അപ്പോൾ തന്നേക്കുന്ന ആംഗിൾ ഏത് തന്നെയാണ്, 5. ഇൻക്ലിനേഷൻ വിത്ത് VP 5 ദാറ്റ് ഈസ് 35 ഡിഗ്രി. അപ്പോൾ ഇതായിരുന്നു ക്വസ്റ്റ്യൻ. നമുക്കിതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം, തൊട്ട് മുമ്പ് ചെയ്ത മെത്തേഡ് പോലെ തന്നെ. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, XY ലൈൻ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ XY ലൈൻ വരയ്ക്കുന്നു. സോ XY ലൈൻ വരച്ചു. അതിനുശേഷം ഫിക്സഡ് പോയിന്റ് അല്ല, ഇവിടെ പോയിന്റ് A തന്നിട്ടുണ്ട്. പോയിന്റ് എയുടെ ഒരു പൊസിഷനേ ഉള്ളൂ. പോയിന്റ് A ഈസ് ഇൻ HP എന്നാണ്. സോ ഇൻ HP എന്ന് പറയുമ്പോൾ A' എന്ന് പറയുന്നത് ഓൺ XY ലൈൻ ആയിരിക്കും. സോ അത് ഞാൻ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. സോ A' ഓൺ XY ലൈൻ. സോ A' പ്ലോട്ട് ചെയ്യാൻ പോകുന്നു. സോ A' ഞാൻ XY ലൈനിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. ദിസ് പോയിന്റ് ഈസ് A'. സോ A' മാർക്ക് ചെയ്തു. ഇനി A' കിട്ടിക്കഴിഞ്ഞാൽ A', B'-ൻ്റെ ലെങ്ത് അറിയാം. ഫ്രണ്ട് വ്യൂ 70, അത് മേക്ക് ചെയ്യുന്ന ആംഗിൾ 30 ഡിഗ്രിയാണ് XY ലൈൻ. അപ്പോൾ B' മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, 30 ഡിഗ്രി ലൈൻ വരയ്ക്കണം. സോ ഞാനിവിടെ 30 ഡിഗ്രി മാർക്ക് ചെയ്യുകയാണ് A' നിന്ന്. സോ A' ഞാൻ 30 ഡിഗ്രി മാർക്ക് ചെയ്തു. 30 ഡിഗ്രി. ഓക്കെ, സോ ആ ലൈനിൽ എത്ര എടുക്കണം, ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് എത്രയാണ്, A', B' ഈസ് ഈക്വൽ ടു 70 mm ആണ്. സോ 70 mm മാർക്ക് ചെയ്തു. സോ 70 mm മാർക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, B' കിട്ടും. സോ 30 ഡിഗ്രി. സോ ദിസ് ആംഗിൾ ഈസ് 30 ഡിഗ്രി. ഏതാണ് ഈ ആംഗിൾ, നമ്മുടെ ആൽഫയാണ്. സോ നമുക്ക് B' കിട്ടി. B' കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് B'യുടെ പ്രൊജക്ടർ ലൈൻ വരയ്ക്കാം. സോ ഞാൻ ആ പ്രൊജക്ടർ ലൈൻ ഒന്ന് വരച്ചിടുന്നു. Bയുടെ പ്രൊജക്ടർ ലൈൻ. സിമിലർലി ഇവിടെ ഞാൻ Aയുടെ പ്രൊജക്ടർ ലൈനും വരയ്ക്കുന്നു.
എയുടെ പ്രൊജക്റ്റ് ലൈൻ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇനി നമ്മുടെ ലോക്കസ് നോക്കാം. വി ടിയുടെ ലോക്കസ് വെർട്ടിക്കൽ ട്രേസ് എന്ന് പറഞ്ഞാൽ 10 mm ബിലോ HP ആണ്. സോ 10 mm താഴോട്ട് മാറ്റി ലോക്കസ് ലൈൻ. ഇനിയിപ്പോൾ ഈ ലൈനിൽ 10 mm ഒന്ന് മെഷർ ചെയ്യുന്നു. 10 mm മെഷർ ചെയ്തു. സോ ഇവിടെ വരയ്ക്കുകയാണ്. ദിസ് ഈസ് XY ലൈനിന് പാരലായിട്ട്. ഇതാണ് ലോക്കസ് ഓഫ് VT. സോ VTയുടെ ലോക്കസ് ലൈൻ വരച്ചു. ദിസ് ഈസ് ലോക്കസ് ഓഫ് VT. സോ ഈ ലൈനിൽ വേണം VT വരെ. ഈ നമുക്ക് VT ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് ഓൾറെഡി അറിയാം. നോക്കി, A', B' ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. ഒന്നുകിൽ A', B' ലൈനിൽ, അല്ലെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നിടത്താണ് VT വരേണ്ടത്. അപ്പോൾ നോക്കി, ഇതാണ് നമ്മുടെ A', B' ലൈൻ. സോ ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നിടത്ത് വരണം. അതേപോലെ നമ്മുടെ ഈ ലൈനിലും വരണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? A', B' ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്, രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് കിട്ടാനായിട്ട്. സോ A', B' ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ A', B' ലൈനിനെ എക്സ്റ്റെൻഡ് ചെയ്തു. സോ ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുക. ലോക്കസ് ഓഫ് VT എന്ന് പറഞ്ഞാൽ ഈ ലൈനിലാണ്. സോ ഇത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് നമുക്ക് കിട്ടി. സോ ദിസ് പോയിന്റ് ഈസ് നോൺ ആസ്, ഏതാണ് നമ്മുടെ VT കിട്ടി. ദിസ് പോയിന്റ് ഈസ് VT, വെർട്ടിക്കൽ ട്രേസ്. അപ്പോൾ VT കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഈ ലോക്കസ് ലൈൻ ഒന്ന് ഇറേസ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ലോക്കസ് ലൈൻ ഇവിടെ എൻഡിൽ കിടന്നോട്ടെ, നമുക്ക് ഡയമെൻഷൻ കൊടുക്കാനും നമ്മൾ ലോക്കസ് വരച്ചിരുന്നു കാണിക്കാനുമായിട്ട് എൻഡിൽ അവിടെ കിടക്കട്ടെ. ഓക്കെ, സോ നമുക്ക് VT കിട്ടി. ബിയുടെ പ്രൊജക്റ്റഡ് ലൈൻ ഒന്നുകൂടെ മാറി വരയ്ക്കുകയാണ്. ഇവിടെ നമ്മുടെ എയുടെ പ്രൊജക്റ്റഡ് ലൈൻ ഒന്നുകൂടെ വരയ്ക്കുന്നു. ഓക്കെ, സോ VT നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇതാണ് BT. A', B' ലൈനിൽ XY ലൈനിൽ നിന്ന് 10 mm താഴോട്ട് മാറിയും VT കിട്ടി. ഇനി VT കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? VTക്ക് അകത്തുള്ള ആംഗിൾ, നമ്മുടെ ഫൈ ആംഗിൾ തന്നിട്ടുണ്ടായിരിക്കും. ഫൈ ആംഗിൾ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലൈൻ വരയ്ക്കാം, ക്യാപിറ്റൽ A', B' ലൈൻ. സോ ഇവിടെ നമുക്ക് ക്യാപിറ്റൽ A', B' ലൈൻ വരയ്ക്കാം. എത്രയാണ് ഫൈ ആംഗിൾ? 35 ആണ്. ഞാൻ ഇവിടെ അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പോകുന്നു? 35 എടുക്കുന്നു. സോ ഇവിടെ അല്ല, VTയിൽ. ഇപ്പോൾ തെറ്റിപ്പോയേ, ഇതേ അശ്രദ്ധ മൂലം നമുക്ക് തെറ്റുകൾ ഒരുപാട് പറ്റാം. ഇവൻ ഞാൻ വരയ്ക്കുമ്പോഴും ഉണ്ടാവാറുണ്ട്. സോ നമുക്ക് VTയിൽ വേണം ക്യാപിറ്റൽ A', B' ലൈനിൽ നിന്ന് 35 ഡിഗ്രി. സോ VT സെൻറ്റർ ആക്കി A', B' ലൈനിൽ വെച്ചു. 35 മാർക്ക് ചെയ്തു. സോ 35 മാർക്ക് ചെയ്ത് VTയിൽ നിന്ന് നമ്മുടെ ക്യാപിറ്റൽ A', B' ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, സോ ഈ ലൈനിലാണ് നമ്മുടെ എന്ത് വരേണ്ടത്? ക്യാപിറ്റൽ A', B' ലൈൻ. സോ ഈ എടുത്തേക്കുന്ന ഈ ആംഗിൾ എത്രയാണ്? ദിസ് ആംഗിൾ ഈസ് 35 ഡിഗ്രി. അപ്പോൾ ഈ ലൈനിൽ ക്യാപിറ്റൽ A', B' ലൈൻ വേണം. സോ ക്യാപിറ്റൽ A', B'. അതെങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യും? A' നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക, B' നിന്നും പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. സോ സെയിം, ഞാൻ ആദ്യം A' നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. സോ ഫസ്റ്റ് ഞാൻ A' നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. സോ A' നിന്ന് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. സിമിലർലി എന്ത് ചെയ്യുക? B' നിന്നും പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക. ഇവിടെ ഷാർപ്പനാണെങ്കിൽ നമുക്ക് നല്ലപോലെ വരയ്ക്കാൻ പറ്റും, അതല്ലെങ്കിൽ ഇച്ചിരി പാടായിരിക്കും. ഇവിടെ കേർവാണ് ആക്ച്വലി, അതുകൊണ്ട് കുറച്ച് പാടുണ്ട് ഇത് വരയ്ക്കാനായിട്ട്, പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കാൻ ഇത് വെച്ച്. സോ B' നിന്ന് ഞാൻ പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചു. സോ രണ്ടിടത്തു നിന്നും പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചു. സോ എനിക്ക് ഏത് പോയിന്റുകൾ കിട്ടി? ദിസ് പോയിന്റ് ഈസ് ക്യാപിറ്റൽ A' and this point is capital B'. സോ നമ്മുടെ AB ലൈൻ നമുക്കിവിടെ വരയ്ക്കാൻ പറ്റും. AB ലൈൻ. സോ ക്യാപിറ്റൽ AB ലൈൻ വരച്ചു. ദിസ് ഈസ് 2 ലെങ്ത്.
ട്രൂ ലെങ്ത് ലൈൻ നമുക്ക് കിട്ടി. ഈ ട്രൂ ലെങ്ത് ലൈൻ കിട്ടിയത് കൂടെ തന്നെ നമുക്ക് രണ്ട് ഡിസ്റ്റൻസുകളിലൂടെ മുമ്പ് വരച്ച പോലെ നമുക്ക് രണ്ട് ഡിസ്റ്റൻസ് കൂടെ കിട്ടിയത് എ ഡാഷിൽ നിന്ന് ക്യാപിറ്റൽ എ ഡാഷിൽ നിന്ന് ക്യാപിറ്റൽ എ ഡാഷിലുള്ള ഡിസ്റ്റൻസും ബി ഡാഷിൽ നിന്ന് ക്യാപിറ്റൽ ബി ഡാഷിലോട്ടുള്ള ഡിസ്റ്റൻസും ഈ രണ്ട് ഡിസ്റ്റൻസുകൾ കിട്ടി. സോ ഈ രണ്ട് ഡിസ്റ്റൻസുകൾ കിട്ടി. ആ ഡിസ്റ്റൻസ് ആണ് എക്സ് വൈ ലൈനിൽ നിന്ന് താഴോട്ട് എയിലോട്ടും ബിയിലോട്ടുള്ള ഡിസ്റ്റൻസ്. സോ സെയിം ഡിസ്റ്റൻസ് എടുക്കുന്നു. ഇവിടെ നോക്കി രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. തൊട്ട് മുമ്പ് ചെയ്ത പ്രോബ്ലത്തിൽ എന്തായിരുന്നു, ഈ വീറ്റ് നടുക്ക് വന്നുകൊണ്ട് രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരുന്നു. ഇവിടെ ഈ ക്യാപിറ്റൽ എ ഡാഷിലോട്ട് ഡിസ്റ്റൻസും ക്യാപിറ്റൽ ബി ഡാഷിലോട്ട് ഡിസ്റ്റൻസും രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. സോ നമുക്കിവിടെ എക്സ് വൈ ലൈനിൽ നിന്ന് പ്ലോട്ട് ചെയ്യുമ്പോഴും നമുക്ക് ഒരേ ഡയറക്ഷനിൽ തന്നെ ആ ഡിസ്റ്റൻസുകൾ എടുക്കാം. സോ ഫസ്റ്റ് ഡിസ്റ്റൻസ് ഞാൻ എടുക്കുന്നു, എ ഡാഷിൽ നിന്ന് ക്യാപിറ്റൽ എയിലോട്ടുള്ള ഡിസ്റ്റൻസ്. സോ ഈ ഡിസ്റ്റൻസ് കോമ്പസ് എടുത്തു, അവിടെ നിന്ന് തന്നെ വരയ്ക്കുന്നു. ഓക്കെ, എക്സ് അതുപോലെ തന്നെ ക്യാപിറ്റൽ ബി ഡാഷിലോട്ട് ഡിസ്റ്റൻസ് എടുക്കുന്നു, എക്സ് വൈ ലൈനിൽ നിന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ഈ രണ്ട് ഡിസ്റ്റൻസുകളാണ്. സോ ഒരു ഡിസ്റ്റൻസ് ഇതാണ്, അടുത്ത ഡിസ്റ്റൻസ് ഇതാണ്. സോ രണ്ട് ഒരേ ഡയറക്ഷനിൽ തന്നെ ഞാൻ എടുത്തത്, ഇവിടെയും ഒരേ ഡയറക്ഷനിലായതുകൊണ്ടാണ്. പ്രീവിയസ് കേസിൽ ക്വസ്റ്റൻ നമ്പർ 17 രണ്ടും വീറ്റ് നടുക്ക് വന്നുകൊണ്ട് രണ്ട് ഓപ്പോസിറ്റ് ആയിരുന്നു. സോ ഒന്ന് താഴോട്ടും ഒന്ന് മേലോട്ടും എനിക്ക് എടുക്കേണ്ടി വന്നു. അപ്പോൾ ഇത് ചെയ്തിട്ട് ആ പ്രോബ്ലം ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. സോ ദിസ് പോയിന്റ് ഈസ് എ, ദെൻ ദിസ് പോയിന്റ് ഈസ് ബി. സോ നമുക്ക് ടോപ്പ് വ്യൂ വരയ്ക്കാൻ പറ്റും. എ ബി ടോപ്പ് വ്യൂ വരയ്ക്കുന്നു. സോ നമുക്ക് ടോപ്പ് വ്യൂ വരച്ചു. ഇനി എന്ത് ചെയ്യുക, ഇവിടെയും പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുക. സോ ഈ താഴോട്ടുള്ള പ്രൊജക്ടർ ലൈൻ ഞാൻ ഒന്ന് ഇറേസ് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ വീണ്ടും കൺഫ്യൂഷൻ വരാം. സോ ഇവിടെ ഇനി പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുകയാണ്. ഏത് ഡിസ്റ്റൻസാണ് എടുക്കേണ്ടത് നോക്കി, എയിൽ നിന്നും ബിയിൽ നിന്നും എടുക്കേണ്ട ഡിസ്റ്റൻസുകൾ ഇവിടെ റൈറ്റ് സൈഡ് നോക്കി. എയിൽ നിന്ന് എടുക്കേണ്ട ഡിസ്റ്റൻസ് ഏതാ, ഈ ഡിസ്റ്റൻസ്. എക്സ് വൈ ലൈനിൽ നിന്ന് എ ഡാഷിലുള്ള ഡിസ്റ്റൻസ് ആണ് ഇവിടെ എടുക്കേണ്ടത്. എക്സ് വൈ ലൈനിൽ നിന്ന് ബി ഡാഷിലോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ എക്സ് വൈ ലൈനിൽ നിന്ന് എ ഡാഷിലുള്ള ഡിസ്റ്റൻസ് ഇല്ല, കാരണം എ ഈസ് ഓൺ എച്ച് പി എന്നാണ്. സോ എ ഡാഷ് എക്സ് വൈ ലൈനിലാണ്. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് ഇല്ലാത്തത് കൊണ്ട് ഈ പോയിന്റ് തന്നെയായിരിക്കും നമ്മുടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത്. സോ ഇവിടെ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഈ പോയിന്റ് തന്നെയായിരിക്കും. സോ ദിസ് പോയിന്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്യാപിറ്റൽ എ. ഇനി ഇവിടെ നോക്കിയേ, എക്സ് വൈ ലൈനിൽ നിന്ന് ബി ഡാഷിലോട്ട് ഡിസ്റ്റൻസ് ഉണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് പെർപെൻഡിക്കുലർ വരയ്ക്കാം. അത് നിങ്ങൾക്ക് ഏത് ഡയറക്ഷനിലോട്ട് വേണമെങ്കിലും വരയ്ക്കാം. ഇപ്പോൾ താഴോട്ട് വരച്ചാൽ ആ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസ് കോമ്പസ് എടുത്ത് ഇവിടെ ചിലപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം. വേണമെങ്കിൽ ഇവിടുന്ന് അങ്ങോട്ട് വേണമെങ്കിലും ഒരാൾക്കെടുത്ത് വേണമെങ്കിലും വരയ്ക്കാം. എങ്ങനെ വരച്ചാലും നമുക്ക് ട്രേസും ആംഗിളും ലെങ്ത്തും എല്ലാം ഒന്ന് തന്നെ ആയിരിക്കും എന്നർത്ഥം. ക്ലിയർ ആണോ? അപ്പോൾ ഞാൻ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇവിടെ ഞാൻ ഈ ഡിസ്റ്റൻസ് താഴോട്ട് തന്നെ വരയ്ക്കുന്നു. സോ ഞാൻ ഇവിടെ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. സോ ഇവിടെ വരയ്ക്കാത്തതിൻ്റെ റീസൺ പിടിയിട്ടല്ലോ, എക്സ് വൈ ലൈനിൽ നിന്ന് എ ഡാഷിലോ ഡിസ്റ്റൻസ് ഇല്ല, അതുകൊണ്ട് ഇത് തന്നെയായിരിക്കും ക്യാപിറ്റൽ എ. ദെൻ ഇവിടെ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. അഗെയിൻ വീണ്ടും ഞാൻ പറയുന്നു, ഈ ബിയിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഈ ഡയറക്ഷനിൽ തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. ഇങ്ങോട്ടും വരയ്ക്കാം, കാരണം ഇവിടെ എ ഡാഷിലോട്ട് ഡിസ്റ്റൻസ് ഇല്ല, ബിയിലോട്ട് ഒരു ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ അത് ഏത് ഡയറക്ഷനിൽ വരച്ചാൽ, ഇങ്ങോട്ട് വരച്ചാൽ ഇവിടെ പോയിന്റ് കിട്ടും, ഇങ്ങോട്ട് വരച്ചാൽ ഇവിടെ പോയിന്റ് കിട്ടും. എങ്ങനെ പോയാലും ഈ ലെങ്ത് എ ബി ലെങ്ത് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും, ആംഗിളും സെയിം ആയിരിക്കും. രണ്ടിടത്ത് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ഇവിടെ പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. ഏത് ഡിസ്റ്റൻസാണ് എടുക്കേണ്ടത്? എക്സ് വൈ ലൈനിൽ നിന്ന് ബി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ്. സോ എക്സ് വൈ ലൈനിൽ നിന്ന് ബി ഡാഷ് വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നു, ബിയിൽ പ്ലേസ് ചെയ്യുന്നു. മാർക്ക് നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കുമല്ലോ സ്ക്രീനിൽ. ഓക്കെ, മാർക്ക് ചെയ്തു. സോ ദിസ് പോയിന്റ് ഈസ് ക്യാപിറ്റൽ ബി. സോ നമുക്ക് ക്യാപിറ്റൽ ബി കിട്ടി. സോ എ ബി കണക്ട് ചെയ്യുന്നു, ക്യാപിറ്റൽ എ ക്യാപിറ്റൽ ബി കണക്ട് ചെയ്യുന്നു. സോ ദിസ് ഈസ് ഓൾസോ ട്രൂ ലെങ്ത്. സോ നമുക്ക് ഇവിടെയും ട്രൂ ലെങ്ത് കിട്ടി, ഇതും ട്രൂ ലെങ്ത് ആയിരിക്കും, ടി എൽ. നൗ ട്രേസ് വരയ്ക്കാൻ പോവാണ്. ഓൾറെഡി വി ടി കിട്ടി. സോ ഈ രണ്ട് ലൈൻസുകൾ മീറ്റ് ചെയ്യുന്നിടത്താണ് എച്ച് ടി, എ ബി ആൻഡ് ക്യാപിറ്റൽ എ ബി. സോ എ ബി ആൻഡ് ക്യാപിറ്റൽ എ ബി, ഈ രണ്ട് ലൈനുകൾ ഓൾറെഡി ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്, തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിലെ പോലെ തന്നെ. സോ ദിസ് പോയിന്റ് ഈസ് ഓൾസോ എന്ത് തന്നെയാണ്, എച്ച് ടിയും കൂടെ ആണെന്ന് അർത്ഥം. സോ ഈ പോയിന്റ് എച്ച് ടിയുമാണ്, ഈ പോയിന്റ് വി ടിയുമാണ്. സോ നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഡയമെൻഷൻ ചെയ്യണം, വാല്യൂസുകൾ എടുത്തുകണം, അതാണ് അടുത്ത സ്റ്റെപ്പ്. സോ ഡേറ്റാസുകൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. നമുക്കുള്ളത് ട്രൂ ലെങ്ത് എനിക്ക് കിട്ടി, ട്രൂ ലെങ്ത് 88 ആണ്. സോ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എ ബിയുടെ ലെങ്ത് ട്രൂ ലെങ്ത് 88 എന്ന് വേണമെങ്കിൽ ഡയമെൻഷൻ കാണിക്കാം. സോ ഞാൻ അതൊന്ന് ജസ്റ്റ് കാണിക്കുകയാണ്, കാരണം നമ്മൾ ട്രൂ ലെങ്ത് നമ്മൾ കാണിച്ചിട്ടില്ലെങ്കിൽ. സോ ഇവിടെ
സോ ദിസ് ഈസ് ട്രൂ ലെങ്ത്. കറക്റ്റായിട്ട് വരയ്ക്കണം. ഡയമെൻഷൻ ലൈൻ വരയ്ക്കുമ്പോൾ ഏത് ലൈനിനെയാണോ ഡയമെൻഷൻ ചെയ്യുന്നത് അതിന് പാരലൽ ആയിരിക്കണം. ദിസ് വാല്യൂ ഈസ് 88. എനിക്ക് കിട്ടിയത് 88 എന്നാണ്. സോ 88 ആണ് ഡയമെൻഷൻ കിട്ടിയിരിക്കുന്നത്. നൗ ഇതിനകത്ത് ഇവിടെ HT കിട്ടി, ഇതിനകത്തുള്ള ആംഗിൾ തീറ്റയാണ്. ദെൻ ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ AB മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റ കിട്ടും. ദെൻ ആൽഫ ഗിവൺ ആയിരുന്നു 35 എന്ന് 5 ഗിവൺ ആയിരുന്നു. ദെൻ A ഡാഷ് B ഡാഷിൻ്റെ AB യുടെ ലെങ്ത്, അതിൽ A ഡാഷ് B ഡാഷിൻ്റെ ലെങ്ത് 70 ആണ്. സോ ഡയമെൻഷൻ ചെയ്തിട്ടുണ്ട് 70 ഗിവൺ ആണ്. AB യുടെ ലെങ്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. സോ എനിക്ക് ട്രൂ ലെങ്ത് 88, A ഡാഷ് B ഡാഷ് ഗിവൺ വാല്യൂ 70, AB ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് എനിക്ക് 80 കിട്ടി. ദെൻ ആൽഫ ഗിവൺ വാല്യൂ ആയിരുന്നു 30 ഡിഗ്രി. ബീറ്റ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്തു, ബീറ്റ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. ദെൻ തീറ്റ HT കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തീറ്റ കിട്ടും. തീറ്റ എനിക്ക് കിട്ടിയ 23 ആണ്. ദെൻ 5 എന്ന് പറയുന്നത് ഗിവൺ വാല്യൂ ആയിരുന്നു, 5 ഈക്വൽ ടു 35. അപ്പോൾ ഇത്രയും വാല്യൂസ് ആണ് നമ്മൾ എടുത്തെഴുതേണ്ടത്. സോ വാല്യൂസ് ഹൈലൈറ്റ് ചെയ്യാം. പിന്നെ ഡയമെൻഷനോട് ചെയ്യുക. ഡയമെൻഷൻ ഞാൻ ഇതിനകത്ത് ഇപ്പം ട്രൂ ലെങ്ത് കാണിച്ചിട്ടുണ്ട്. ദെൻ ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത് കാണിച്ചിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂവിൻ്റെ ലെങ്ത്, ട്രൂ ലെങ്ത്, പിന്നെ ആംഗിൾസ്, പിന്നെ നമ്മുടെ ലോക്കസ് ഓഫ് VT 10 mm ബിലോ ആയിരുന്നുള്ള ലോക്കസ് ലൈൻ നമ്മളിവിടെ അത് ഇറേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ ഈ ഫിഗർ കംപ്ലീറ്റ് ആവും. സോ ഇതാണ് കുറച്ചുകൂടെ എളുപ്പം ആദ്യം മനസ്സിലാക്കി. ഇതിന് ശേഷം 70th ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാലും മതി. 70th ക്വസ്റ്റ്യനിൽ ഇതാകുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്ന് VT കിട്ടാൻ. 70th ക്വസ്റ്റ്യനിൽ VT ഇതിനകത്ത് തന്നെയാണ് വന്നത്. സോ ക്യാപിറ്റൽ എയും ക്യാപിറ്റൽ ബി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയതുകൊണ്ട് ഇവിടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്ലോട്ട് ചെയ്യേണ്ടി വന്നു. ഇവിടെ നമുക്ക് രണ്ടും ഒരേ ഡയറക്ഷനിലാണ്. A ഡാഷിലോട്ടും ക്യാപിറ്റൽ A ഡാഷിലോട്ടും ക്യാപിറ്റൽ B ഡാഷിലോട്ടുള്ള ഡിസ്റ്റൻസ്. സോ അതുകൊണ്ട് പ്ലോട്ട് ചെയ്തപ്പോൾ ഒരേ ഡയറക്ഷനിൽ പ്ലോട്ട് ചെയ്തു. പിന്നെ ഈ പോയിന്റ് HTയും സ്മോളറ്ററേയും ക്യാപിറ്റൽ എയും ആണ്. കാരണം A ഡാഷിൽ നിന്ന് ഡിസ്റ്റൻസ് ഇല്ല, എക്സ് വൈയിൽ നിന്ന് A ഡാഷിലോ ഡിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടി വന്നില്ല. സോ സെയിം പോയിന്റ് തന്നെ ക്യാപിറ്റൽ A കിട്ടി. രണ്ട് മീറ്റ് ചെയ്യുമ്പോൾ HTയും അവിടെ തന്നെ കിട്ടിയെന്നുള്ളൂ. സോ ഈ പ്രോബ്ലം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.